So we are back. So guys, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും റോഷനും സുഖമായിട്ടിരിക്കുന്നു. അല്ല റോഷ, നിങ്ങൾക്ക് സുഖല്ലേ? അടിച്ചുപൊളിക്കാം. സോ ഇന്നൊരു ഭയങ്കര ഹെക്ടിക് ഡേ ആയിരിക്കാൻ പോകുന്ന ദിവസമാണ്. ദിവസം ഏകദേശം തീരാറായി, 6 മണിയായി. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടില് വർഷങ്ങൾക്ക് ശേഷവും അതുപോലെ തന്നെ അന്വേഷണം. റോഷൻ എന്നോട് ഇപ്പം അന്വേഷിപ്പിൻ കണ്ടെത്തും നെറ്റ്ഫ്ലിക്സിൽ എത്തിയോ ചോദിച്ചോണ്ടിരിക്കുക. നെറ്റ്ഫ്ലിക്സിലാണോ അത് ഇറങ്ങിയത്? എന്തിനാണ് അതിൽ ഇറങ്ങിയോ, OTT ഇറങ്ങിയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അതെന്റെ വായിൽ വന്നു. സോ അന്വേഷണം അല്ല, സോറി, ആവേശം വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഇറങ്ങാണ്. സോ ഗൈസ്, നമ്മൾ ഇന്ന് 2 കാണാൻ പോകുന്നു ഗൈസ്. സോ ജോക്സ് അപ്പാർട്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഇന്ന് ആവേശവും അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോവാണ്. ഇന്ന് തേഴ്സ്ഡേ ആയതുകൊണ്ട് തന്നെ രണ്ടുപേർക്ക് ലീവാണ് കേട്ടോ. അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് ഇന്ന് കാണാൻ പോകുന്നത്. ഇന്ന് ഓൾറെഡി നമ്മളുടെ ഏകദേശം 6 മണിയായി. ഇനി പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു സമയമാവും. പക്ഷെ വി ഡോണ്ട് കെയർ ഗൈസ്. നമ്മൾ എന്തായാലും പടം കണ്ട് നമ്മളുടെ രണ്ടുപേരുടെ ഒരു പ്രത്യേക ശീലം, ഇപ്പൊ വന്നിട്ടുള്ള ശീലം എന്താ വെച്ചാൽ മലയാളം പടം എന്തിറങ്ങുന്നോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാന്നുള്ളതാണ്. സോ ഇത് ഫസ്റ്റ് ഷോ ആണ് കേട്ടോ. സോ നമ്മൾ എന്തായാലും പോയി കണ്ട് നിങ്ങളോട് അഭിപ്രായം പറയുന്നതായിരിക്കും. നിങ്ങളും കണ്ടിട്ടുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടുള്ളത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിനകത്ത് കുറവുകൾ തോന്നിയില്ല. എനിക്ക് തോന്നുന്നില്ല ഒരു വിനീത് പടവും അതുപോലെ തന്നെ ഫഹദ് പടവും ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ പോവാണ് ഗൈസ്. സോ റിവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. റോഷന്റെ കിളി പോയോ? റോഷന് വേറൊരു കാര്യം, ഇന്ന് ആവേശവും അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം അല്ലാണ്ട് ജയ് ഗണേഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉണ്ണിമൂന്നന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. സോ റോഷന്റെ എക്സ്പെക്ടേഷൻ എന്താണ് ഈ സിനിമയെ പറ്റിയിട്ട്? വിനീത് ശ്രീനിവാസൻ രണ്ട് ജോണർ പടങ്ങളാണ്. സോ ഇറ്റ്സ് ഗോണ ബി 2 ഡിഫറെന്റ് എക്സ്പീരിയൻസസ്. ഇന്ന് ക്ലൈമറ്റ് ഇച്ചിരി ഗ്ലൂമിയാണ് കേട്ടോ. ഇന്ന് ഇച്ചിരി മഴയൊക്കെ ഉള്ള ദിവസമാണ്. നമുക്ക് ലീവുള്ള ദിവസങ്ങൾ മാത്രം എന്തുകൊണ്ടാണ് ഇത്ര ഗ്ലൂമി ആയിരിക്കുന്നതെന്ന് അറിയില്ല ഗൈസ്. ദൈവത്തിന് നമ്മൾ ആരും പുറത്ത് പോയിട്ട് എൻജോയ് ചെയ്തത് എന്നൊരു തോന്നലുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, ഭയങ്കര ഗ്ലൂമി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ്. ഭയങ്കര മഴയാണോ മഴയല്ല, എന്നാൽ മഞ്ഞാണോ മഞ്ഞുമല്ല. ഒരുമാതിരി ഇങ്ങനെ മഴ വെറുതെ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരു ഹെവി സ്ട്രോങ് മഴയൊന്നുമല്ല. എന്തായാലും നമ്മളതായാലും തിയേറ്ററിൽ പോയി ഇരുന്ന് കാണാനല്ലേ പോകുന്നത്. അതുകൊണ്ട് സാരമില്ല, പുറത്ത് പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. അതെന്തായാലും ഇനി സമ്മർ പ്രോപ്പർ ആകുമ്പോഴത്തേക്ക് പ്രോപ്പർ ആയിക്കോളും. സോ ഐ ആം വെരി എക്സൈറ്റഡ്. എന്താണ് പകരോന്നല്ല, മധു പകരൂ നീ താരകനം. സോ ഗൈസ്, നമ്മളങ്ങനെ സിനിമയൊക്കെ കണ്ട് തിരിച്ചെത്തി. സമയം ഇപ്പൊ നമ്മൾ പോയ സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, 6:30 ഇറങ്ങിയതായിരുന്നു. ഇവിടെ ഇപ്പൊ സമയം 2 പടവും കണ്ട് കഴിഞ്ഞ് തിരിച്ചെത്താൻ 1:30 ആയിട്ടോ. എൻ്റെ മുഖമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഞാൻ എത്ര ടയർഡാണെന്ന് മനസ്സിലാകും. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. രാവിലെ ഇനി 9 മണിക്ക് ജോലിയാണ്. ഇവിടെ നിന്ന് 8 മണിക്ക് എഴുന്നേറ്റിട്ട് ഓടേണ്ട ടീംസാണ് കേട്ടോ നമ്മൾ. സോ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടും 2 ജോണർ പടങ്ങളാണ് കേട്ടോ. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ വിചാരിച്ചു വർഷങ്ങൾക്ക് ശേഷം ഇച്ചിരി സ്ലോ ആയിട്ട് പിന്നെ ഹൈപ്പിലോട്ട് പോകുന്ന പടമാണ്. ആവേശം അങ്ങനെയല്ല കേട്ടോ. ആവേശം നേരെ ഓപ്പോസിറ്റാണ്. ആദ്യം മുതൽ അവസാനം വരെ വർഷങ്ങൾക്ക് ശേഷം ഒരു ഇച്ചിരി സട്ടിലായിട്ടുള്ളൊരു മൂവിയാണെങ്കിൽ ഇത് ഭയങ്കര ലൗഡായിട്ടുള്ളൊരു മൂവിയാണ്. സോ ഞാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് 2 സിനിമയ്ക്കും 2 ഡിഫറെൻറ്റ് റിവ്യൂസ് ചെയ്യാമെന്നാണ്. ആദ്യം നമ്മൾക്ക് വർഷങ്ങൾക്ക് ശേഷത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. വർഷങ്ങൾക്ക് ശേഷം എന്ന പടം എനിക്കതിൻ്റെ സ്ക്രീൻ, അതായത് ഓരോ ഫ്രെയിംസും, എൻ്റെ പൊന്നോ അങ്ങേര് ഈ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഈ ഡയറക്ടർ ഓരോ ഫ്രെയിംസ് എടുത്ത് വച്ചേക്കുന്നതും എന്തൊരു മെസ്മറൈസിങ് വേയിലാണെന്നറിയോ. അതായത് അതിനകത്ത് അവർ ആ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നതും ആ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കൂടെ
അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു പിന്നെ വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ നടൻ പറഞ്ഞിട്ടുണ്ട്, കുറേ ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നത് കേട്ടു, ഇതൊരു പുതിയ മ്യൂസിക് ഡയറക്ടറാണ്, ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പാട്ടുകളും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ കിഡിലനായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ഒരു സ്ലോ ആയിരുന്നു, ലാഗ് അല്ല, പക്ഷെ ഒരു ഇച്ചിരി സ്ലോ ആയിരുന്നു. അതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് വേ തന്നെ ഇച്ചിരി സ്ലോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അതിലും കുറച്ച് എന്തായിരിക്കും നെക്സ്റ്റ്, എന്താണ് അവർ പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു തോട്ട് നമ്മളുടെ മൈൻഡിലോട്ട് എന്തായാലും വരും. സെക്കൻഡ് ഹാഫ് എൻ്റെ പൊന്നോ നിവിൻ പോളി തൂക്കി. എൻ്റെ ദൈവമേ, പുള്ളിക്കാരൻ ഇങ്ങനെയെങ്കിലും പുള്ളിക്കാരൻ ഒന്ന് തിരിച്ചു വന്ന് കാണണം എന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഭയങ്കര ആഗ്രഹമുള്ളൊരു നടനാണ് കേട്ടോ അയാള്. കാരണം ഭയങ്കര സൂപ്പർ ക്യൂട്ട്, ഭയങ്കര ഒരു ചാമിങ് ആയിട്ടുള്ളൊരു നടനായിരുന്നു. പെട്ടെന്ന് എവിടെയൊക്കെയോ പോയി ആ നടൻ തിരിച്ചു തരണമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ്. സോ അങ്ങനെ തിരിച്ചു കണ്ടതിൽ ഭയങ്കര സന്തോഷം. സോ പ്രണവ് മോഹൻലാലിനെ പറ്റി പറയുകയാണെങ്കിൽ, പ്രണവ് മോഹൻലാൽ ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിങ് ആണ് ഈ മൂവിയിൽ. ഭയങ്കര എനിക്കൊന്ന് പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളെ ഭയങ്കര പീസ്ഫുൾ ആയിരിക്കണം, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. പക്ഷേ തുടക്കം മുതൽ അവസാനം വരെ പുള്ളിക്കാരൻ ഈസ് ഗോയിങ് ഇൻ എ വെരി സട്ടിൽ മാനർ. അതിനകത്ത് ഭയങ്കര അങ്ങ് എവിടെയോ അല്ലെങ്കിൽ ഇങ്ങെവിടെയോ അങ്ങനെയൊന്നുമില്ല. സോ അതും നല്ലൊരു രസമായിരുന്നു. പിന്നെ പറയാനുള്ള അടുത്ത ഒരാളാണ്, പറയാനെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പറ്റി ഈ സിനിമയിൽ പറയണം, ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ നടൻ. അയ്യോ, ഈ സിനിമയിൽ ആക്ച്വലി നമ്മൾ പുള്ളിക്കാരൻ്റെ ആക്ടിങ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇയാൾ തന്നെയാണോ അയാള്, അതോ അയാൾ തന്നെയാണോ ഇയാള് എന്ന്. അങ്ങനെ കാരണം എന്ന് വെച്ചാൽ ഭയങ്കര കിടനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു എനിക്ക് തോന്നുന്നു ഒരു ചെറുപ്പകാലം മുതൽ അവസാനം ആ ഒരു കുറച്ച് ഒരു 10-60 വയസ്സ് വരെയുള്ള ഒരു ഏജ് ട്രാൻസ്ഫോർമേഷൻ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. പുള്ളിക്കാരൻ്റെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടേക്ക് വച്ചടി കയറ്റായിരിക്കും തോന്നുന്നുണ്ട്. ഇനിയിപ്പം നിവിൻ പോളിയുടെ കൂടെ വേറൊരു പടത്തിലൊക്കെ അവരുടെ ഒരു പെയറായിട്ടൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. സോ വി ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ധ്യാൻ ശ്രീനിവാസനെ എനിക്ക് ഭയങ്കര, അതായത് ശ്രീനിവാസൻ ടൈപ്പിലുള്ള കോമഡീസ് ഒക്കെ പുള്ളിക്കാരനിലൂടെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തായാലും പടം ഒരു അടിപൊളി പടമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ആടുജീവിതം അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ്, ഈ 2 പടങ്ങൾ കണ്ടതിന് ശേഷം കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഫ്രെയിംസ് ഒക്കെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തു വെച്ചിട്ടുള്ള മൂവിയാണ്. സോ ഇത് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. സോ എനിക്ക് തോന്നുന്നത് എൻ്റെ അഡ്വൈസ് ഇസ് ഗോ വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള തിയേറ്ററിൽ പോയി ഈ സിനിമ കാണുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. എൻ്റെ അഭിപ്രായം തന്നെ ആവണം എന്നില്ല നിങ്ങൾക്കുള്ള അഭിപ്രായം. സോ അതറിയാൻ നമ്മൾക്ക് നല്ല താല്പര്യമുണ്ട്. ഞാൻ ആക്ച്വലി റോഷനെ ഇവിടെ ഇരുത്തിയിട്ട് നമ്മൾ ഒരുമിച്ച് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ റോഷന് വേറൊരു ചെറിയൊരു ഏർജൻ്റ് ആയിട്ടുള്ളൊരു വർക്ക് ഉണ്ടായിരുന്നു, അതിനുവേണ്ടി റോഷൻ പോയിട്ടാണുള്ളത്. എന്തായാലും ഈ ഒരു റിവ്യൂ കണ്ടതിന് ശേഷം നിങ്ങൾ ആവേശത്തിന് റിവ്യൂ പോയി കാണുക. കണ്ടതിന് ശേഷം അതിൽ നിന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം നിങ്ങൾക്ക് ഏത് മൂവി ഫസ്റ്റ് കാണാൻ പോകണം എന്നുള്ളത്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം വാസ് എ വെരി ബ്യൂട്ടിഫുൾ മൂവി. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ റിവ്യൂ ഓഫ് ആവേശം.